Flowers presents A.R. Rahman Show at Kochi on 12th May 2018. For tickets, log on to www.flowerstv.in. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് കറണ്ട് പോയി. ആർച്ച എവിടെ? ആർച്ച കാണുന്നില്ല. കാണുന്നില്ലേ? കറണ്ട് പോയതല്ല, ആരോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതാ. അപ്പോ ഇവിടെ ആരോ വന്നു. അപ്പോട്ടാ ആർച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അപ്പേട്ടാ ആർച്ചി, എന്താ? എന്ത് പറ്റി? അപ്പേട്ടാ, എന്നെ ആരോ ആക്രമിക്കാൻ ശ്രമിച്ചു. ആരാണെന്ന് അറിയില്ല. എന്നാൽ അയാളായിരിക്കും എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ നിലവിളിച്ചപ്പോ അയാൾ ഓടി. ഒരു തവണ ഈ സംഭവം ഇവിടെ നടന്നതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ തനിച്ച് പുറത്തിറങ്ങിയത്? ഞാൻ ഒരു ശബ്ദം കേട്ട് നോക്കിയതാ. എന്നാലും ഇവിടെ വേറൊരാൾ ആര് വരാനാ? ആർച്ചേ, ഇവിടെ നിന്ന് പുറത്തുനിന്നൊരാൾ വരാൻ സാധ്യതയില്ല. ഏയ്, ആരാ അത്? അയാളുടെ കയ്യിൽ ആയുധം വല്ലതും കാണും. ചിലപ്പോ തനിച്ചു വരികില്ല. അപ്പേട്ട വാ വാ അപ്പേട്ട. അപ്പേട്ടൻ എന്തായി പറയുന്നത്? അപർണയെ പറ്റി എനിക്കങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നില്ല. എന്നെ ആക്രമിച്ചതിന് പിന്നിൽ അപർണയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവൾ ഈ വീട്ടിനുള്ളിൽ നിന്ന് തനിയെ പുറത്തേക്ക് പോയത് എന്തിനാണെന്നാ നീ വിചാരിക്കുന്നത്? അതിന്റെ കാരണം അവള് പറഞ്ഞല്ലോ. ഒരു ശബ്ദം കേട്ട് എന്താണെന്ന് നോക്കാൻ പുറത്തേക്ക് പോയതല്ലേ അവള്. അതിൽ സംശയിക്കാൻ എന്തിരിക്കുന്നു? ഒരു ശബ്ദം കേട്ടിട്ട് പുറത്തു പോയതാണെങ്കിൽ അവൾ എന്തിനാ നിന്നെ വിളിക്കാതെ തനിച്ചു പോയത്? അത് ഉറക്കത്തിൽ എന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചു കാണും. ആർച്ചേ, നിനക്കിപ്പോഴും ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അപർണയാണ് നിന്നെ ആക്രമിച്ചതിന് പിന്നിൽ. അക്കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല. അതെങ്ങനെ നടക്കും? എന്നെയും അപർണയെയും ആക്രമിച്ച ആളല്ലേ മതിൽ ചാടി പോകുന്നതായി അപ്പോട്ടം കണ്ടത്? ഞാനും അപർണയും അല്ലാതെ മൂന്നാമതൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? നിന്നെ ഇനി എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിപ്പിക്കാന്ന് എനിക്കറിയില്ല. അപർണയോട് അപ്പോട്ടന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് പറ. വെറുതെ എന്തിനാ അവളെ ഇങ്ങനെ സംശയിക്കുന്നത്? പാപം കിട്ടും അപ്പോട്ട. ആർച്ചേ, ഞാൻ പറയൂ പെരുമാൾ. സാറിന്റെ വീടിന്റെ മതില് ചാടി ഓടിയ ഒരുത്തനെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. ആരാണവൻ? അവനെ ചോദ്യം ചെയ്തോ? അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. പക്ഷേ അവൻ സാർ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ കയറിയത്. അവന് വിടണ്ട, നാളെ ഞാൻ വന്ന് കാണാം. ഇവിടുന്ന് രക്ഷപ്പെട്ടയാളെ പോലീസ് പിടികൂടിയെന്നാ പെരുമാൾ പറയുന്നത്. ഇപ്പോൾ അപ്പോട്ടിന് മനസ്സിലായില്ലേ? അപ്പോട്ടിന് ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് അയാൾ ഇവിടെ കയറിയതാണെന്ന്. ഇവിടുത്തെ മതിൽ ചാടിപ്പോയവനും നിന്നെ ആക്രമിച്ചതായി പറയുന്ന അക്രമിയും ഒരാൾ തന്നെയാണെന്ന് എങ്ങനെ പറയും? മതിൽ ചാടിപ്പോയവൻ ഒരു മോഷ്ടാവായിക്കൂടെ? എന്റെ അപ്പേട്ടാ, ഇത് വല്ലാത്തൊരു സംശയം തന്നെയാണ്. എന്നെ ആക്രമിച്ചയാൾ പോലീസ് കസ്റ്റഡിയിലായ ആളല്ലേ? മറിച്ച് അപർണ തന്നെയാണെന്ന് സ്ഥാപിച്ചാലേ അപ്പേട്ടന് സമാധാനാവുള്ളുന്നുണ്ടോ? ആർച്ചേ, ഞാൻ എന്തെങ്കിലും കാണാതെ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാലോ. അതെനിക്കറിയാം.
പക്ഷേ അപർണയുടെ കാര്യത്തിൽ അപ്പേട്ടൻ എന്നോട് പറയുന്നത് ഒന്നും കാണാതെയാണ്. ഇനി അവളെ പറ്റി ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. എനിക്കത് സഹിക്കില്ല. മൃദുലേ, നീ എന്തിനേ വേണ്ടാത്ത പണിക്ക് പോയത്? നീ ആർച്ചിയെ കൊല്ലാനാണ് അയാളെ അയച്ചതെങ്കിൽ അയാളിപ്പോ പോലീസിന്റെ പിടിയിലല്ലേ? അപ്പു അയാളെ കൊണ്ട് സത്യം പറയിപ്പിച്ച വധശ്രമത്തിന് നിന്റെ പേരിൽ കേസുണ്ടാവില്ലേ? ഒരു കേസും എന്റെ പേരിൽ ഉണ്ടാവാൻ പോകുന്നില്ല ചേച്ചി. പോലീസ് പിടിയിലായവൻ എന്റെ പേര് പറയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുള്ള കാശ് ഞാൻ അവന് കൊടുത്തിട്ടുമുണ്ട്. നീ അല്ലാതെ ആരെങ്കിലും ഒരു പോലീസ് ഓഫീസറിന്റെ വീട്ടിലേക്ക് ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് വിടുവോ? എനിക്കറിയില്ല എന്റെ ദൈവമേ ഇനി എന്തൊക്കെ നടക്കുമെന്ന്. ചേച്ചി പേടിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. അങ്ങനെ പറഞ്ഞ് നിനക്ക് ഇപ്പോ സമാധാനിക്കാം. ആ സമയത്ത് അപ്പു തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നീ കൊട്ടേഷൻ കൊടുത്തവൻ ആർച്ചയെ തട്ടില്ലായിരുന്നോ? പിന്നെ പോലീസ് അന്വേഷണം നടന്ന് ഞാനും നീ അകത്തു പോവില്ലായിരുന്നോ? എന്ത് പറഞ്ഞാലും നിനക്ക് ഇങ്ങനെ നിന്ന് ചിരിച്ചാ മതിയല്ലോ. ചേച്ചി, ഞാൻ ഇന്നലെ മണിമംഗലത്തേക്ക് അയാളെ വിട്ടതേ മറ്റൊരു ഉദ്ദേശത്തോടെയാ. എന്തുദ്ദേശം? അപ്പു വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പുവിന് അപർണെ നല്ല സംശയമുണ്ട്. അപർണയെ കുറിച്ചുള്ള അപ്പുവിന്റെ സംശയം മാറ്റാൻ വേണ്ടിയാ ഞാൻ അയാളെ അയച്ചത്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി അപർണ ആർച്ചയെ വകവരുത്തിയേനെ. അപർണ ആർച്ചയെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതിന് നിനക്കെന്താ? അത് അവരുടെ കുടുംബ പ്രശ്നം. അപർണ അത് ചെയ്താ ഞാനും അകത്തു പോവില്ലേ ചേച്ചി? അതുകൊണ്ടല്ലേ അവളെ അപ്പു സംശയിക്കാത്ത രീതിയിൽ മറ്റൊരാളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചത്. ഇനി അപർണ ആർച്ചയെ കൊന്നാലും അപർണയെ അപ്പു സംശയിക്കാൻ പോകുന്നില്ല. മൃദുലേ, നീ ദൈവത്തിന് നിരക്കാത്ത ചിന്തയും പ്രവൃത്തിയും നടത്തുന്നത്. ഇതിന്റെയൊക്കെ അവസാനം എന്താവുമെന്ന് നീ ഊഹിച്ചിട്ടുണ്ടോ? അവസാനം എന്താകുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. മണിമംഗലം നശിക്കും. സത്യമംഗലത്ത് സത്യവതിയുടെ പ്രതികാരം മകളായ മൃദുല നിറവേറ്റും. ഈ മൃദുല ജയിക്കും. അതാ ഇതിന്റെയൊക്കെ അവസാനം. അപ്പോ അപ്പുവിന്റെ സംശയം നിന്നെയാണോ? അതൊരു നിസ്സാര സംശയമല്ല. ആർച്ച അതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും അപ്പോൾ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പുവിന്റെ നിരീക്ഷണം എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വേണം നീ ആർച്ചയെ വകവരുത്താൻ. ആർച്ചയെ വകവരുത്തുന്ന കാര്യം ഇനി അവിടെ എളുപ്പമല്ല. എളുപ്പമാണ്. നീ ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടും ആർച്ചയുടെ വിശ്വാസം നീ പിടിച്ചു പറ്റിയതുകൊണ്ടും ആർച്ചയെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പുവിന്റെ സംശയവും നിരീക്ഷണവും ഒന്നും അവിടെ ഒന്നുമല്ല. എന്തോ അത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ആവശ്യം നിന്റേതാ, എന്റേതല്ല. അത് മനസ്സിലാക്കണം. ആർച്ച ഇല്ലാതായാലേ നിനക്ക് അപ്പുവിനെ സ്വന്തമായി കിട്ടും. അതെപ്പോഴും ഓർമ്മ വേണം. ഈ സാഹചര്യത്തിൽ ആർച്ചയെ ഞാൻ ഇല്ലാതാക്കിയാൽ അപ്പോഴിനെ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അതെന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നുക? അപ്പോഴേട്ടൻ എന്നെ കുറിച്ച് ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആർച്ച കൊല്ലപ്പെട്ടാൽ അത് ഞാനാണ് ചെയ്തതെന്ന് അപ്പോഴറിയും. ആർച്ചയുടെ കൊലയാളിയായി എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്കിങ്ങനെ അപ്പോഴനെ കിട്ടും. ഞാൻ ജയിലിലാവില്ലേ? മാത്രമല്ല അപ്പോഴൻ എന്നെ വെറുക്കുകയും ചെയ്യും. നീ എന്തൊരു ബുദ്ധിശൂന്യതയായി പറയുന്നത്? ഇതൊക്കെ നീയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ്. നിന്നെ അപ്പു സംശയിക്കുന്ന ഒരു തെളിവ് പോലും ഉണ്ടാവരുത്. നീ അറസ്റ്റ് ചെയ്യപ്പെടാനും പാടില്ല. ആർച്ചയെ നഷ്ടപ്പെട്ട് കഴിയുമ്പോ കുറെ നാൾ അപ്പു ദുഃഖിതനായി നടക്കും. ആ ശൂന്യതയിലേക്ക് നീ കടന്നു ചെല്ലണം. നിന്റെ മിടുക്കുകൊണ്ടാ അപ്പുവിനെ നീ മാറ്റിയെടുക്കേണ്ടത്. അതോടെ അപ്പു നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആർച്ച അയാൾക്കൊരു ഓർമ്മ മാത്രമാവും. എന്നാലും അത് ശരിയാവില്ല. എന്റെ മനസ്സ് പറയുന്നു ഞാൻ ഇനി ആർച്ചയെ അറ്റാക്ക് ചെയ്താ എന്റെ കാര്യം കുഴപ്പത്തിലാവുന്നു. നീ ഇങ്ങനൊരു ടൈപ്പായി പോയല്ലോ അപർണേ. അപ്പുവിനെ സ്വന്തമാക്കാൻ ആർച്ചയെ നശിപ്പിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തപ്പോ എന്തൊരു ധൈര്യമായിരുന്നു നിനക്ക്. നിന്റെ നല്ലതിനു വേണ്ടി ഇത്രയും ബുദ്ധി പാഴാക്കിയ ഞാൻ ആ മണ്ടി. നിന്നെ ഞാൻ ഇനി എന്തു പറഞ്ഞാ മനസ്സിലാക്കി തരേണ്ടത്? എന്നോട് നീ ഒന്നും പറയരുത്. എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അപ്പോ
ആർച്ചയെ തട്ടുന്ന ഉദ്യമത്തിൽ നിന്ന് നീ പിന്മാറുവാണോ? അതെ, ഞാൻ പിന്മാറുകയാണ്. ഇത്രയും കാലം നീ മനസ്സിൽ കൊണ്ടു നടന്ന അപ്പുവിനെ നീ വേണ്ടെന്ന് വെച്ചോ? അപ്പു ആർച്ചയോടൊപ്പം ജീവിച്ചു കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ ആർച്ചയെ കൊല്ലാനുള്ള ഉദ്യമത്തിൽ നിന്നാണ് പിന്മാറിയത്. എന്റെ ലക്ഷ്യത്തിന് മാറ്റം ഉണ്ടാവില്ല. അതിനർത്ഥം നിനക്ക് അപ്പുവിനോടൊപ്പം ജീവിക്കണം. അതിനെന്തായാലും ആർച്ചയെ ഇല്ലാതാക്കിയല്ലേ പറ്റൂ. അത് നീ ചെയ്യാതെ നിന്റെ ലക്ഷ്യം എങ്ങനെ നടക്കും? എനിക്കൊന്നും അറിയില്ല. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പുവേട്ടനുണ്ടായിരിക്കുന്ന സംശയമാണ് എന്നെ പിന്തിരിപ്പിക്കുന്നത്. അക്കാര്യത്തില് ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം. നീ ആർച്ചയെ ഇല്ലാതാക്കിയ അപ്പുവിന്റെ സംശയ വലയത്തില് നീ വരില്ല. അതിന്റെ പേരില് നിന്നെ പോലീസ് അറസ്റ്റും ചെയ്യില്ല. നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തു പറയുന്നു? എനിക്കിപ്പോ നിന്റെ ഒരു ഉറപ്പ് സ്വീകരിക്കാനാവില്ല. ഒരു മറുപടി പറയാനും ആവില്ല. ഒന്നുകൂടി ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവും. നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ വിടില്ലടി. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. ചേച്ചി, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ലീവാണോ? എനിക്കിപ്പോ നൈറ്റല്ലേ, അത് നിനക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. ഷോ, ഞാനതങ്ങ് മറന്നുപോയി. ചേച്ചിക്കേ ഞാൻ ഭക്ഷണം വിളമ്പി തരാം. എഴുന്നേറ്റ് വാ. എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നീ അത് പറ. അതിനീ പൊട്ടംകളി എന്തിനാ? സത്യം പറഞ്ഞ ചേച്ചിയെ കൊണ്ടൊരു കാര്യം സാധിക്കുന്നതിന് ഞാനെന്തിനാ വളഞ്ഞു തിരിയുന്നത്? ചേച്ചി എന്റെ അമ്മയ്ക്ക് തുല്യമല്ലേ. എന്റെ കാര്യങ്ങള് ചേച്ചിയോടല്ലാതെ വേറെ ആരോട് പറയാനാ? എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം, അത് പറ. ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തെ വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ? എന്തിനാ നീ വേക്കൻസി തിരക്കുന്നത്? അല്ല, ഒരാൾക്ക് ഒരു ജോലി കിട്ടുമെന്ന് അറിയാനാ. ആരാ ഈ ഒരാള്? നീയാണോ? അയ്യോ, ഏയ് ഞാനല്ല. പിന്നെ ആർക്കാ ഇപ്പൊ ജോലി വേണ്ടത്? നമ്മുടെ അപർണയ്ക്ക് വേണ്ടിയാ. അപർണയ്ക്ക് ഇപ്പൊ ജോലി എന്തിനാ? അവളിപ്പോ മണിമംഗലത്ത് സുഖമായിട്ട് കഴിയല്ലേ? ആ, സുഖമായിട്ട് കഴിയുന്നു പറയാന്നേ ഉള്ളൂ. ഇന്ന് ഞാനും അപർണയും തമ്മിൽ കണ്ടായിരുന്നു. അവൾ എന്നോട് കൊറേ സങ്കടം പറഞ്ഞു. അവക്കിപ്പോ ആവശ്യം എവിടെയെങ്കിലും ഒരു ജോലിയാ. അവക്കിപ്പോ ജോലിക്ക് ആവശ്യം എന്താ? മണിമംഗലത്തുകാര് അപർണയെ സ്വീകരിച്ചെങ്കിലും അവളുടെ ആ വീട്ടിലെ നിലനിൽപ്പ് അത്ര പന്തിയല്ല ചേച്ചി. ഏതു നിമിഷവും അപർണ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാം. നീ എന്തിനടി ആർച്ചയ്ക്കെതിരെ ഓരോ കുതന്ത്രങ്ങൾ ചെയ്യിപ്പിച്ച് ആ പെണ്ണിന്റെ ജീവിതം കൊളാക്കുന്നത്? നിനക്ക് ഇനിയെങ്കിലും ഈ കലാപരിപാടിയൊക്കെ നിർത്തിക്കൂടെ? ഇതാണ് ചേച്ചിയുടെ കുഴപ്പം. അരി എത്രയെന്ന് ചോദിക്കുമ്പം പയർ അഞ്ഞാഴിന്നങ്ങ് പറയും. എന്റെ ചേച്ചി, അപർണയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. അവള് മണിമംഗലത്തുനിന്ന് പുറത്തു വന്ന അവളെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ സംരക്ഷിക്കണ്ട, നീ തന്നെ സംരക്ഷിച്ചാ മതി. ചേച്ചി സംരക്ഷിക്കണ്ട. ചേച്ചി ജോലി ചെയ്യുന്നിടത്ത് അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്താ മതി. അത് നടക്കൂ. ആ, ജോലിക്കാരിയാണെങ്കി ഞാൻ നോക്കാം. നോക്കാന്ന് പറഞ്ഞാ മാത്രം പോരാ, നോക്കണം. പിന്നെ ചേച്ചി, അപർണ വിളിക്കുമ്പോ ഞാൻ ആവശ്യപ്പെട്ട കാര്യം ചേച്ചി ഏറ്റോളാന്നൊന്ന് പറയണേ. എന്താ ചേച്ചി പറയാത്തെ? ഞാൻ പറയാം. അയ്യോ നല്ല ചേച്ചി, തങ്ങക്കടം. ഞാൻ അപർണയെ വിളിക്കട്ടെ. ഇപ്പൊ വിളിക്കാം.
മറ്റേ കാര്യം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഏത് കാര്യം? നീ ആർച്ചയെ തട്ടിയ ഒരു പ്രശ്നവും നിനക്കുണ്ടാവില്ല. അതിന്റെ പേരിൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായ ആ കുറ്റം വേറൊരാൾ ഏറ്റെടുത്തോളൂ. ആര്? ഇവിടുത്തെ രാഗിണിയേച്ചി. അവരതിന് തയ്യാറാകുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും രാഗിണിയേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ലൈഫിന്റെ കാര്യമായതുകൊണ്ടാ രാഗിണിയേച്ചി തയ്യാറാവുന്നത്. പിന്നെ കേസിൽ നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന് ചേച്ചിക്ക് അറിയാം. ഇതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കും? രാഗിണി ചേച്ചി അതിന് തയ്യാറാണെങ്കിൽ അവരെന്നോട് നേരിട്ട് പറയാൻ പറ. എന്നാ ഞാൻ ആലോചിക്കാം. ചേച്ചി നേരിട്ട് പറഞ്ഞാ പോരെ? അത് ഞാൻ പറയിപ്പിക്കാം. നീ ഒന്ന് ഹോൾഡ് ചെയ്യേ. ചേച്ചി, അപർണയ്ക്ക് മറ്റേ കാര്യത്തെ പറ്റി ഉറപ്പ് കൊടുക്കണമെന്നാ പറയുന്നത്. അപർണ റെഡിയാണെങ്കിൽ അവളുടെ കാര്യം ചേച്ചി ഏറ്റോളാന്ന് പറ. എന്നാ പറ. ഹലോ അപർണേ, മൃദുല പറഞ്ഞ പോലെ ചേച്ചി ഏൽക്കൂ എന്റെ കാര്യം. അക്കാര്യത്തെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. അത് ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞതല്ലേ. അപർണ ധൈര്യമായിട്ടിരിക്കെ. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ നീ. ചേച്ചി ഏൽക്കുന്ന് പറഞ്ഞാലേ ഏറ്റതാ. ഇനി നീ മുമ്പോട്ടും പിമ്പോട്ടും നോക്കേണ്ട ഒരു കാര്യമില്ല. പിന്നിൽ ഞങ്ങളുണ്ട്. ധൈര്യമായിട്ട് ചെയ്തോ. നീ എന്താ അവളോട് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി, അപർണ മണിമംഗലത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നാ ഇറങ്ങുന്ന കാര്യ, വേറൊന്നുമല്ല. അയ്യോ ചക്കര ചേച്ചി. ഇവളെ ഈ വീട്ടിൽ വെച്ച് തീർക്കുന്നത് എനിക്കാ ദോഷം. ഇവളെ എങ്ങനെയെങ്കിലും വീടിന് പുറത്തു കൊണ്ടുപോകണം. അതിനെന്തെങ്കിലും വഴി നോക്കണം. അത് തന്നെയാ പറ്റിയ വഴി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോട്ടെ. എന്നോട് എന്തെങ്കിലും പറയുന്നതിന് എന്തിനാ മുൻകൂർ അനുവാദം ചോദിക്കുന്നത്? എന്താ കാര്യം പറ. എനിക്കൊന്ന് പുറത്തു പോണമായിരുന്നു. അതിനെന്താ, പോയിട്ട് വാ. അത് പിന്നെ അപ്പൂട്ടൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോയാലും അപ്പൂട്ടിനെ വിളിച്ചു പറയണമെന്നല്ലേ. അപ്പൂട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ എങ്ങനെ ചെയ്യോ അപർണേ? അല്ല, ഇപ്പൊ പെട്ടെന്ന് എങ്ങോട്ടാ? ഇവിടെ ആർച്ചി ഒരാൾ ആക്രമിക്കാൻ വന്നില്ലേ? അത് ഞാനാണെന്ന സംശയം അപ്പൂട്ടനിൽ നിൽക്കുമ്പോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അതുകൊണ്ടിപ്പോ എന്താ പ്രശ്നം? നീ ഇവിടുന്ന് പോവാണോ? ഞാൻ പോകുന്നത് ആർച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പോവാത്തത്. പിന്നെ ഇപ്പൊ നീ എവിടെ പോവോ? ആർച്ചി ആക്രമിച്ച ആളെ പറ്റിയുള്ള വിവരം എനിക്ക് കണ്ടെത്തണം. എന്നിട്ട് ആ വിവരങ്ങൾ അപ്പുവേട്ടന് കൊടുക്കണം. അപ്പുവേട്ടന് എന്റെ പേരിലുള്ള സംശയവും മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഒരാളെ കാണാൻ പോവാ. നീ ആരെ കാണാനാ പോകുന്നത്? ഒരു ഫേമസ് ജൂൾസിനാ. കുന്നത്തെ പിഷാരടിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, നീ ഇപ്പൊ എന്തിനാ ജോൾസിനെ കാണാൻ പോകുന്നത്? ആ ജൂൾസിലെ പ്രശ്നം വെച്ച് നോക്കിയാ ആർച്ചയെ ആക്രമിക്കാൻ വന്ന ആളെ പറ്റി സൂചന കിട്ടുമെന്ന് ഉറപ്പാ. ആണോ? അതെ. നമ്മുടെ അച്ഛന്റെ മരണത്തെ പറ്റി പിഷാരടി ജോത്സ്യർ പ്രവചിച്ചിരുന്നതാ. അന്ന് ഞാനതത്ര കാര്യമായിട്ടെടുത്തില്ല. പിന്നീട് അത് സംഭവിച്ചില്ലേ. അന്നു മുതൽ എനിക്ക് പിഷാരടിയെ വലിയ വിശ്വാസാ. ഇവിടെ നടന്ന സംഭവത്തെ പറ്റി പിഷാരടിയോട് പറഞ്ഞ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് ഉറപ്പാ. എങ്കിൽ തീർച്ചയായും പോണം. എന്തെങ്കിലും തുമ്പ് കിട്ടിയാ അപ്പേട്ടന്റെ സംശയം മാറുമല്ലോ, നിന്റെ വിഷമവും മാറും. എന്നാ പിന്നെ നീ പോയിട്ട് വാ. അത് പിന്നെ ആർച്ചേ, എനിക്ക് തനിച്ചു പോവാൻ വിഷമമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോയാലോ? അപ്പേട്ടൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ? അപ്പേട്ടൻ വരുന്നതിന് മുമ്പ് നമുക്ക് എത്താം. എന്നാ പിന്നെ ഞാൻ അപ്പേട്ടനെ വിളിച്ചു പറഞ്ഞിട്ട് വരാം. അത് വേണ്ട ആർച്ചേ. അപ്പേട്ടൻ ഇക്കാര്യം അറിഞ്ഞാ എന്തെങ്കിലും പറഞ്ഞ് തടസ്സപ്പെടുത്തും. നമുക്ക് പോയിട്ട് വരാം. അപ്പേട്ടൻ അറിയണ്ട. പ്ലീസ് ആർച്ചേ. ശരി, ഞാനും വരാം.
നീ പോയിട്ട് പാടി നിന്റെ അവസാനമായിരിക്കും ഇത്. Flowers presents A.R. Rahman Show at Kochi on 12th May 2018. Get your tickets from the link below. Flowers celebrating 3rd anniversary.